യോഗയ്ക്ക് സയൻറ്റിഫിക് ബേസ് ഉണ്ട്. ചില ഒന്ന് ഇഷ്ടംപോലെ റിസർച്ച് സ്റ്റഡീസ് ഉണ്ട്. നമ്മുടെ തന്നെ IITകളിൽ നിന്നും അല്ലെങ്കിൽ മേജർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇന്ത്യയിൽ തന്നെയുണ്ട്, എബ്രോഡിൽ നിന്നുണ്ട്, പല മേജർ യൂണിവേഴ്സിറ്റികളിൽ നിന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അത് യോഗയുടെ പല കമ്പോണൻസ് ഉണ്ട്. ആസനങ്ങൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ആ കംപ്ലീറ്റ് സ്ട്രെച്ച് വരുമ്പോൾ. അപ്പോൾ അതിൽ ഒരു ഏറ്റവും പ്രൂവ്ഡ് സയൻറ്റിഫിക്കലി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഏരിയാസ് ഉണ്ട്. ഒന്ന് അഡ്രിനർജിക് പാത്വേ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ്. നമുക്കൊരു ഇഷ്യൂ വന്നാൽ നമ്മളുടനെ അതിനെ ചെറുക്കുന്ന ആ ഒരു റെസ്പോൺസ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, BP കൂടും, നമ്മളങ്ങ് റെഡി ടു ഫൈറ്റ് ആണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ടു കാം ഡൗൺ, ദാറ്റ് ഈസ് ഒരു വേഗൽ ടോണാണ്, നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഹോർമോൺസ് ലെവല് ഈ യോഗ മെഡിറ്റേഷൻ ലോങ് ടൈം എടുക്കുന്നവരിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് യോഗ മെഡിറ്റേഷൻ റെഗുലറായിട്ട് എടുക്കുന്നവരുടെ ഹാർട്ട് റേറ്റ് കുറവായിരിക്കും, BP കുറവായിരിക്കും, സ്ട്രെസ് റെസ്പോൺസ് BP കുറവായിരിക്കും, കൊളസ്ട്രോൾ പ്രത്യേകിച്ച് ബാഡ് കൊളസ്ട്രോൾ കുറവായിരിക്കും, ഷുഗറിൻ്റെ ലെവൽ കുറവായിരിക്കും. ഇതെല്ലാം യോഗ പ്രാക്ടീഷണേഴ്സിൽ നിന്നും കോമൺ പോപ്പുലേഷനിൽ സ്റ്റഡീസ് ഇഷ്ടം പോലെയുണ്ട്. സോ ദർ ഈസ് ആഡിക്വേറ്റ് സയൻറ്റിഫിക് എവിഡൻസ് ടു സ്റ്റേറ്റ് ദാറ്റ് ഓക്കെ ഈ ആസ്പെക്റ്റ് എല്ലാം കുറയ്ക്കുന്നു. അടുത്തത് നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞൊരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസാണ് പലപ്പോഴും ഇപ്പോൾ സ്ട്രോക്ക് ഉണ്ടാക്കുന്നതിന്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നതിനൊക്കെ റീസൺ. ആ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഉണ്ട്, CRP പോലത്തെ. അതിൻ്റെ മാർക്കേഴ്സ് എല്ലാം യോഗ ചെയ്യുന്നതിൽ കുറവാണെന്ന് ഇഷ്ടംപോലെ സ്റ്റഡീസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ എൻ്റയർ പോപ്പുലേഷൻ ബേസിൽ ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആയതുകൊണ്ട് ഈ കുറേ സ്റ്റഡീസ് കൊണ്ട് മാത്രം 100% ഫുൾ പ്രൂഫാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ബട്ട് ദർ ഈസ് ആഡിക്വേറ്റ് ഒരു സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്. സ്പിരിച്വൽ ആളാണ്, ബിലീവർ ആണ്, ശിവഭക്തനാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ. ഈ ഭക്തി എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, വിശ്വാസം എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അതിൽ നമ്മളെ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു മേ നമ്മളെപ്പോഴും കാണുന്ന ഒരു ഭക്തി, വിശ്വാസം അല്ലെങ്കിൽ യോഗ ഇതൊക്കെ വിചാരിക്കുന്ന നമ്മളുടനെ ഇതെല്ലാം വിട്ട് അങ്ങ് പോയി ഹിമാലയത്തിലേക്ക് പോകുന്ന ആ രീതിയിലാണല്ലോ, അല്ലെങ്കിൽ വേറെ രീതി. അപ്പോൾ നമ്മൾക്ക് ഹെൽത്തിന് നമ്മൾ ബോഡിക്ക് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഓൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്ത പോലെ ഡയറ്റ്, എക്സസൈസ് ഇതെല്ലാം ചെയ്യുന്നു, ബോഡി ബിൽഡ് ചെയ്യുന്നു, ജിമ്മിൽ പോകുന്നു. പക്ഷേ നമ്മുടെ ഈ ബോഡിയേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ലേ? ഒരു വീക്ക് ബോഡിയാണെങ്കിൽ ശരിയാണ്, മനസ്സും വീക്കാകും. പക്ഷേ ഒരു വീക്ക് മനസ്സാണെങ്കിൽ എത്ര ശക്തിയുള്ള ബോഡി ഉണ്ടെങ്കിലും ഒരു പ്രയോജനമുണ്ട് അല്ലേ? സോ കീപ്പിംഗ് യുവർ മൈൻഡ് ഹെൽത്തി ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ആ കീപ്പിംഗ് യുവർ മൈൻഡ് ഹെൽത്തി എന്ന് പറയുന്നതിന് നമ്മളുടെ ട്രഡീഷണലായിട്ട് അത് എവിടെയാണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും എല്ലാത്തിലും ആ മൈൻഡ് ഹെൽത്തി ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സ്പിരിച്വാലിറ്റി. അത് റിലീജിയൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായി പോയെന്നുള്ളൂ. അപ്പോൾ മൈൻഡ് ഹെൽത്തി ആയിട്ട് നിർത്താൻ ഈ സ്പിരിച്വാലിറ്റി ഡെഫിനറ്റ്ലി ഹെൽത്തി മൈൻഡ് വിൽ റിയാക്ട് ടു ദ സർക്കംസ്റ്റാൻസസ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ വേ വിത്തൗട്ട് ഹർട്ടിങ് എനിബഡി. ഇപ്പോൾ അതായത് വേറെ ആരെയും ബുദ്ധിമുട്ടുണ്ടാകാതെ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇൻറ്റേർണലി. അപ്പോൾ അതാണ് സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കും. പിന്നെ ഡോക്ടേഴ്സിനിടയിലെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടല്ലോ. പലരും ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, അവർക്ക് സോഷ്യലി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അതിന് കുറവാണ്. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. അത് യങ് ഡോക്ടേഴ്സ് അത് കൂടുതലും ഫേസ് ചെയ്യുന്നു തോന്നിയിട്ടുണ്ടോ? കുറച്ചുണ്ട്. ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കുറച്ചുകൂടെ ഒരു കോംപ്ലക്സ് പ്രോബ്ലംസ് ഉണ്ട്. മേ ബി ഒന്ന് ഈ ലോങ് വർക്കിംഗ് അവേഴ്സ്, നൈറ്റ് ഡ്യൂട്ടീസ്, സ്ട്രെസ്, പിന്നെ പലതും നമ്മളുടെ കയ്യിലല്ല പല കാര്യങ്ങളും. ഈ പറഞ്ഞതുപോലെ ഒരു ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാർഡിയക്കാണോ നോൺ കാർഡിയക്കാണോ, ഈ പേഷ്യൻ്റ് പോയിട്ട് തിരിച്ച് അറസ്റ്റായിട്ട് വരുമോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാൽ പോലും ഓൾവേസ് ഹെൽത്ത് കെയർ ഫീൽഡിൽ യു വിൽ ഗെറ്റ് ബാഡ് റിസൾട്ട്സ്, ഇത്രയുള്ള റിസൾട്ട്. സോ ദ സ്ട്രെസ് എലമെൻറ്റ് ഭയങ്കര കൂടുതലുണ്ട് അതിൽ. ഇപ്പോൾ ആ ഒരു സ്ട്രെസ് എലമെൻറ്റും പ്ലസ് ഇപ്പോൾ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പം ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മളെവിടെ ചെന്ന് കഴിഞ്ഞാലും ആദ്യം നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ് ആണെങ്കിൽ 10 പേര് കൂടിയാലും ഓൾവേസ് നമ്മുടെ അടുത്ത് എനിക്ക് ഇന്നൊരു രസമുണ്ട്, ഇത് തന്നെയുണ്ട്, മറ്റൊരാൾ ഇന്നുണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഹൗ ദി ഒരു ഡോക്ടർ ഒരാളുടെ കമ്മ്യൂണിറ്റി. അപ്പം മേ ബി ഇതെല്ലാം കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്. എന്നാലും ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് ഡോക്ടേഴ്സ് ഇസ് ലെസ് കമ്പയർഡ് ടു ദ കോമൺ പോപ്പുലേഷൻ. കേരളത്തിൽ പോലും അതെ കുറവാണ് കമ്പയർഡ് ടു ജനറൽ പോപ്പുലേഷൻ. കേരള IMAയുടെ സ്റ്റഡി ഉണ്ട്. അതെ അതെ അതെ. ഡോക്ടർ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു. ഡോക്ടറുടെ ഒരു എക്സസൈസ് റെജിമെൻ എങ്ങനെയാണ്, എന്താ ചെയ്യാറ്? രാവിലെ യോഗ ചെയ്യുക, സൂര്യ നമസ്കാരവും അങ്ങനെ കുറച്ച് നേരം ഒരു ½ an hour
ചിലപ്പോൾ 15 minutes, ചിലപ്പോൾ ഹാഫ് ആൻ അവർ, അത്രേ ഉള്ളൂ. ഈ യോഗയെ പറ്റി യോഗ ഭയങ്കര കോൺട്രവേഴ്സിലാണ്. അതെ, യോഗ കൊണ്ട് ഒരു ഗുണമില്ല എന്നും യോഗ കാരണം മരണങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്ന കുറെ പേരുണ്ട്. ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിൽ യോഗ എന്താണ്? ഇറ്റ് ഹെൽപ്സ് മീ എ ലോട്ട്, അത്രേ ഉള്ളൂ. ഐ എം കംഫർട്ടബിൾ. ഇപ്പോൾ കുറച്ച് നാൾ എനിക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം അത് തരാണ്. റെഗുലർലി ഡൂയിങ് ഐ ഫീൽ കംഫർട്ടബിൾ ആൻഡ് കുഴപ്പമൊന്നുമില്ല. അതെ, ഇപ്പോൾ 5-8 വർഷമായിട്ടുണ്ട്, കുറേ നാളായത്. പക്ഷേ ഇടയ്ക്ക് കുറേ നാൾ ചിലപ്പോൾ ഈവൻ 6 months പോലും ബ്രേക്ക് വന്നു പോകും ചിലപ്പോൾ. എന്നുവെച്ചാൽ ഒരിക്കൽ ബ്രേക്ക് വന്ന് പിന്നെ തിരക്കായി അങ്ങ് പോകും. പിന്നെ നമ്മൾ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ മടി വരും. പക്ഷെ പിന്നെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അത് പൊക്കോളും. അങ്ങനെ ഈ കാർഡിയാക് സർജറി എടുക്കുന്ന ഡോക്ടേഴ്സിന്റെ ആ സ്പെഷ്യാലിറ്റി എടുക്കുന്ന ഡോക്ടേഴ്സിന്റെ നമ്പർ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കുറവാ. എന്തായിരിക്കും കാരണം? അതിന്റെ ഒരു സ്ട്രെസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ്. അതെ, എന്നുവെച്ചാൽ നല്ല സ്ട്രെസ് ഉണ്ട്, ഭയങ്കര വർക്കുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഒരു ലോങ് ടൈം എടുക്കും നമ്മളൊരു മെച്ചുറായിട്ട് വരാൻ. മീൻസ് ടു സ്റ്റാർട്ട് ഇപ്പോൾ ഒരു നല്ലൊരു സാലറി കിട്ടുന്ന നല്ലൊരു ഇൻഡിപെൻഡൻറ്റ് കൺസൾട്ടൻ്റായിട്ട് വരണമെങ്കിൽ 40 years പ്ലസ് മിനിമം എടുക്കും, 45 എങ്കിലും എടുക്കും. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ MBBS +2 ഒന്നിച്ച് പഠിച്ചു. +2 ഒന്നിച്ച് പഠിച്ചിട്ട് ഒരു സ്ട്രീം IIT IIM പോയി. അവർ ബൈ 22 years ലാക്സ് ആൻഡ് അവർ ഓരോ മാസം എടുക്കുന്നത്. ഇപ്പോഴത്തെ MBBS കഴിഞ്ഞ് MS കഴിഞ്ഞ് MCH കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വീണ്ടും 10 വർഷം കൂടെ ഒരു ലേണിംഗ് കർവിൽ നിൽക്കണം, ആരുടെയെങ്കിലും കൂടെ നിൽക്കണം എന്ന് വരുമ്പോൾ പീപ്പിൾ ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. ദേ വോണ്ട് മണി ആൻഡ് ഫ്രീഡം അറ്റ് യങ്ങർ ഏജ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എൻ്റെ ട്രെയിനിങ് ഷെഡ്യൂൾ റിവൈസ് ചെയ്യണം നമ്മളിപ്പോൾ പല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ മേ ബി MBBS കഴിഞ്ഞ് ഡയറക്റ്റ് 6 year MCH വന്നു കഴിഞ്ഞാൽ ആൻഡ് ആ പീരീഡിൽ ദേ ഷുഡ് ബി ഒരു പ്രോപ്പർ പക്ഷേ ആ ടൈമിൽ അതൊന്ന് ഡയറക്റ്റ്ലി കയറുന്നു. രണ്ടാമത്തേത് ഒരു പേയ്മെൻറ്റ് സിസ്റ്റം ഓൾസോ ഷുഡ് ബി ബെറ്റർ. ദേ ഷുഡ് ബി ഏബിൾ ടു ഒരു അഡിക്വേറ്റ് ഒരു ഏണിങ് ആ ടൈം തന്നെ വരണം. പിന്നെ നമുക്കൊരു വേറൊരു പ്രശ്നം, പക്ഷെ അവർ കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ പിള്ളേരല്ലേ, അവർ കമ്പയർ ചെയ്യുന്ന ബാക്കി എന്തുമായിട്ടല്ലേ, അതാണ് പ്രശ്നം. ടെക്നോളജിയുടെ in terms of artificial intelligence, robotic surgery, ഇതെല്ലാം ഹെൽത്ത് കെയറിൽ how do you see it evolving? Like ഇപ്പോൾ ആൾക്കാർ പറഞ്ഞപ്പോൾ ഇനിയിപ്പം MBBS പോലും വേണ്ട, മുഴുവൻ തന്നെ റോബോട്ടിക്സ് ആയിട്ട് എടുക്കും അങ്ങനെയൊക്കെ. ഇല്ല, ഞാൻ ഇപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചെസ്റ്റ് പെയിൻ്റെ ഒരൊറ്റ കാര്യം മതിയല്ലോ. എന്നുവെച്ചാൽ ഒരു ആൽഗോരിതം വെച്ചിട്ട് ഒരു ഡയഗ്നോസിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യുമ്പോൾ ഒരു റോബോട്ടിന് ഇപ്പോൾ 1000 ഹാർട്ട് സർജറി ചെയ്യുന്നതിൻ്റെ 1000 ഹാർട്ടും ഡിഫറെൻറ്റാണ്, അല്ലെങ്കിൽ 1000 തൈറോയ്ഡ് ചെയ്ത് 1000 തൈറോയ്ഡും ഡിഫറെൻറ്റാണ്. അപ്പോൾ ഒരു 100% അങ്ങനെ ഒരു റോബോട്ടിക് സർജറിയിലേക്ക് ഒരു ഡയഗ്നോസിലേക്ക് എത്താൻ ഭയങ്കര പാടാണ്. വി ഡോണ്ട് നോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്കോപ്പ് അത്രയും വരാൻ പറ്റുമോ എന്നറിയില്ല. എങ്കിൽ പോലും ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ നോട്ട് ബി പോസിബിൾ എന്ന് തോന്നുന്നു. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒത്തിരി മേഖലകളുണ്ട്. ആ മേഖലകളും നമ്മൾ പൂർണ്ണമായിട്ട് യൂസ് ചെയ്യണം. ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് പോലെ ഇപ്പോൾ സഡൻ ഡെത്തിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയുള്ള അരീത്മിയാസാണ്. അപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ഇതുള്ള ആൾക്കാരിൽ മേ ബി അവർ ഒരു ചിപ്പ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ സോ ഇറ്റ് ക്യാൻ ബി എവിടെയെങ്കിലും വെച്ച് നമ്മളിത് അവരെ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന ദേ ആർ അറ്റ് എ ഹൈ റിസ്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതിലിപ്പോൾ ICUവിലാണെങ്കിൽ ഈവൻ ഒരു കാർഡിയക് അറസ്റ്റ് നമുക്ക് 4-6 hours മുമ്പ് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് വരുന്നുണ്ട് ഇതിൽ. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റിയൽ, അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും. പിന്നെ ഇതാണ് അടുത്ത റോബോട്ടിക് സർജറി ഈസ് കമ്മിങ് അപ്പ് പിന്നെ ബിഗ് ബേ. ഇവന് നമുക്ക് ചെറിയൊരു ഇൻസെഷൻ കൂടെ പെട്ടെന്ന് റിക്കവർ ചെയ്യാം. അപ്പോൾ അതിൽ ബേസിക്കലി നമുക്കിപ്പോൾ ഉള്ള പക്ഷേ ഫണ്ട്സ് ആൻഡ് ഫിനാൻസസ് ഇപ്പോൾ ഒരു 20 കോടിയോ 30 കോടിയോ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കറൻറ്റ് എക്സ്പെൻഡിച്ചർ കൂടുതൽ. പക്ഷേ അത് കുറച്ചുകൂടെ കോമൺ ആകുന്നതോടുകൂടി ഇതിൻ്റെ കോസ്റ്റ് കുറയേണ്ടതാണ്. അങ്ങനെ വന്നാലത്തെ ഒരു മേജർ ഡിഫറൻസ് ഇതിൻ്റെ ആ ഒരു റിയൽ കോസ്റ്റ് ഫാക്ടർ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തു, ഒരു വലിയ ഇൻസെഷൻ ഇതിട്ട് 3 മാസം അങ്ങേര് റെസ്റ്റ് എടുത്തു, 1 മാസം അല്ലെങ്കിൽ 15 ദിവസമെങ്കിലും വൈഫോ അല്ലെങ്കിൽ ഫാമിലിയോ കൂട്ടത്തിൽ നിന്നു. അപ്പോൾ ഇതിൽ മാൻ പവർ ലോസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിലിപ്പോൾ ഒരു സ്റ്റെനോട്ടമി ഒരു ഇൻഫെക്ഷൻ വന്നു, അതിൻ്റെ ആൻറ്റിബയോട്ടിക് കോസ്റ്റ്, ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്താൽ ഓവർ ടൈം ഈ റോബോട്ടിക് സർജറിയുടെ കോസ്റ്റ് ഈസ് ഗോയിങ് ടു ബി ഓൾമോസ്റ്റ് ഈക്വൽ, അത്രയും വരുത്താൻ പറ്റുമായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ അക്സെപ്റ്റബിൾ ആൻഡ് ടെക്നിക്കലി ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ദെയർ. റോബോട്ടിക് സർജറി ഈസ് ദെയർ, ഗിവ്സ് ഗുഡ് റിസൾട്ട് ഓൾസോ.
ഈ എയുടെ ഉപയോഗം കൂടുതൽ വരുന്നുണ്ട്. എയുടെ ഉപയോഗം വരുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ഒരു കാര്യമാണ് എ. എങ്ങനെയൊക്കെയാണ് ഇതാണ് ക്രിട്ടിക്കൽ കെയർ ആണ് ഒരു ഏരിയ. പിന്നെ ഡയഗ്നോസിസിലും പ്രത്യേകിച്ചും റേഡിയോളജിക്കൽ ഡയഗ്നോസിസ്, ഇപ്പോൾ എക്സ്റേ, CT, MRI ഇതൊക്കെ കുറേ കൂടി ഈസി ആയിട്ട് എയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ അത് ഡയഗ്നോസ്. അപ്പം അതിൻ്റെ മാൻ പവർ വല്ലാണ്ട് കുറവ്, റേഡിയോളജിസ്റ്റിൻ്റെ ഒക്കെ മാൻ പവർ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ എ ഡെഫിനറ്റ്ലി വരും, പ്രിസിഷൻ വരും. അതെ ഡെഫിനറ്റ്ലി CT റീഡിങ്ങിലൊക്കെ എക്ക് കുറേ കൂടെ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഹ്യൂമൻ എറേഴ്സ് എല്ലാം കുറേ പോയി കിട്ടും അത്. ഡോക്ടർ, മെഡിഫ്ലഷിൻ്റെ കാര്യം ഈ നമ്മൾ ഗവൺമെൻറ് സെക്ടറിൽ ഈ കാർഡിയാക്കിന് ഇനി സ്പെഷ്യാലിറ്റി ഇത് വരുമ്പോഴത്തേക്ക് കേരളത്തിൽ സർജറീസിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയിട്ടുണ്ടോ? കമ്പാരബിൾ ആണോ ബാക്കി സ്റ്റേറ്റ്സും ബാക്കി രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ? എങ്ങനെ അതായത് ഞാൻ ഗവൺമെൻറ് സെക്ടറിൽ നമ്മൾ കാർഡിയാക് ഓരോ സ്പെഷ്യലൈസ്ഡ് സർജറീസ് ചെയ്യുന്നത് കൊണ്ട് ഇല്ലെങ്കിൽ ഇത് പ്രൈവറ്റ് സെക്ടറിൽ ഇത് അൺകൺട്രോൾഡ് ആയിട്ട് കയറാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ റേറ്റ്സ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ കോട്ടയത്ത് ചെയ്യുന്നു, പല സ്ഥലത്തും ചെയ്യുന്നത് കൊണ്ട് ഇത് ഒരു കൺട്രോൾഡ് ലെവലിലാണോ ഇപ്പോഴും? അതോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈവറ്റിൽ കൺട്രോൾഡ് അല്ലെന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊരു ഒത്തിരി കോസ്റ്റ് ഇൻവോൾവ് ആണ് ഇത് ഹെൽത്ത് കെയർ. ഇപ്പോൾ ഒരു ICU കെയർ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ വേണം, നഴ്സ് വേണം, ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റിന് അത് വേണം, ഓക്സിജൻ വേണം, സക്ഷൻ വേണം. ഒരു വെൻറ്റിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ലക്ഷം രൂപയാകും അല്ലേ? അല്ലെങ്കിൽ ഒരു CT സ്കാൻ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു എത്ര 5 കോടിയോ 6 കോടി രൂപയ്ക്ക് ഒരു CT സ്കാൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ 1 ഇയർ അവർ വാറണ്ടി തരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ വർഷം 20 ലക്ഷം 30 ലക്ഷം രൂപ AMCP കൊടുക്കണം. 5 വർഷം തൊട്ട് 7 വർഷമാകുമ്പോൾ ഇവർ പറയും ഇതിൻ്റെ മോഡൽ മാറി ഇത് മാറ്റണം. സോ ഈ ഒരു 7 ഇയേഴ്സ് കൊണ്ട് ഇതിൻ്റെ മൊത്തം ക്യാപിറ്റൽ തിരിച്ച് കിട്ടി അതിൻ്റെ ലാഭവും ഹ്യൂമൻ റിസോഴ്സ് കറണ്ട് ചാർജ് എല്ലാം വരണം. സോ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും റെക്കറൻറ്റ് എക്സ്പെൻഡിച്ചറും ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് ഈ കോസ്റ്റ് ഭയങ്കരമായിട്ട് വരുന്നത്. ഗവൺമെൻറ് സെക്ടറിൽ ബാക്കി സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കോസ്റ്റ് കുറയുന്നുണ്ട്, അത് പ്രോഫിറ്റ് വേണ്ടി വരുന്നില്ല. അപ്പം പക്ഷേ ഗവൺമെൻറ് സെക്ടർ സ്ട്രോങ് ആയില്ലെങ്കിൽ, ഇൻഷുറൻസും സ്ട്രോങ് ആയില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിഡിൽ ക്ലാസ് ഫാമിലി ഗോയിങ് ബിലോ പോവർട്ടി ലൈൻ ഈസ് ഗോയിങ് ടു ബി വെരി ഹ്യൂജ്.